വരുന്ന എല്ലാവർക്കും വന്ദനം. വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കുക എന്ന് പറയുന്നവരെ ബി ഇൻസ്റ്റൻറ്റ് ഇൻ സീസൺ ആൻഡ് ഔട്ട് ഓഫ് സീസൺ എന്ന് ഇംഗ്ലീഷിലൊരു ഭാഷാന്തരത്തിൽ പറയും. ഇൻസ്റ്റൻറ്റ് കോഫി എന്നും ഇൻസ്റ്റൻറ്റ് ടീ എന്നും ഒക്കെ ഉള്ളത് നമുക്കറിയാം. എന്നാൽ ഇൻസ്റ്റൻറ്റ് പ്രസംഗം അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു കർത്താവിൻ്റെ ദാസൻ വരുമെന്ന് അറിയിച്ചിരുന്നു, നേരത്തെ മീറ്റിംഗ് എടുത്തതാണ്. എന്നാൽ ഇപ്പോഴും 5 മിനിറ്റ് മുമ്പെയാണ് അറിഞ്ഞത് ഏതോ പ്രോഗ്രാമിൽ കൺഫ്യൂഷനായിപ്പോയി, അദ്ദേഹം വരികയില്ല എന്നറിഞ്ഞു. സ്തോത്രം. അതുകൊണ്ട് ഐ ഹാവ് ടു പ്രീച്ച്. നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ വചനം അല്പസമയം ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുക. ഞാൻ ഈ മെസ്സേജ് മുൻകൂട്ടി തയ്യാറാക്കിയ മെസ്സേജല്ല. എന്നാൽ ഞാൻ ദൈവവചനം ധ്യാനിക്കുകയും കർത്താവിൻ്റെ വചനം പഠിക്കുകയും ചെയ്യുമ്പോൾ ദൈവം എന്നോട് സംസാരിക്കാറുള്ള കാര്യങ്ങൾ ഞാൻ കുറിച്ച് വെക്കാറുണ്ട്. അതുകൊണ്ട് അങ്ങനെ എന്നോട് ഇടപെട്ട ഒരു ചെറിയ സന്ദേശം നിങ്ങളുമായിട്ട്, അനേക സന്ദേശങ്ങളുണ്ട്, അതിൽ എന്ത് സംസാരിക്കണം എന്നോർത്തപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു സന്ദേശം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ പ്രിപ്പയർ ചെയ്യാത്തത് കൊണ്ട് തന്നെ ആശയം എൻ്റെ മനസ്സിലുണ്ട്. ചില ചിന്തകൾ ഞാൻ പെൻസിൽ കൊണ്ടൊക്കെ ഇവിടെ കുറിച്ച് വെച്ചിട്ടുണ്ട് ചെറിയൊരു പേപ്പറിൽ. പക്ഷേ ചില വേദഭാഗങ്ങളൊന്നും എൻ്റെ ഓർമ്മയിലില്ല. അതുകൊണ്ട് നമ്മുടെ കുറിവാക്യമായിട്ട് വായിക്കാൻ പോകുന്ന വേദഭാഗ്യം, യു ഹാവ് ടു ഹെൽപ്പ് മീ വിത്ത് ദാറ്റ് വേഴ്സ്. കോൾ അൺ ടു മീ ഇൻ ദ ഡേ ഓഫ് ട്രബിൾ, ഐ വിൽ ഡെലിവർ യു ആൻഡ് യു ഷാൽ ഗ്ലോറിഫൈ മീ. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക. ആ വാക്യം ഏതാണെന്ന് പറയാം. 50:15 അതേവായിട്ട് ആ വേദഭാഗം ഒന്ന് സ്തോത്രം. എൻ്റെ ഹൃദയത്തിലേക്ക് ഈ ചിന്തയോടുള്ള ബന്ധത്തിൽ വന്നതാകുന്ന ഒരു വേദഭാഗമാണ്. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. കുഞ്ഞുങ്ങളാരെങ്കിലും ഒന്ന് വായിക്കാമോ? സംബടി. ഐ വിൽ ഡെലിവർ യു. ആ വിഷയത്തിൻ്റെ ഘടന നമ്മൾ മനസ്സിലാക്കണം. ഒരു ദൈവഭക്തനോട് ദൈവം അരുളി ചെയ്യുന്ന വാക്കുകളാണ്. ഭക്തനാകുന്ന ഒരു മനുഷ്യനോട് നമുക്കറിയാം, 50-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ മുകളിലൊന്നും ആ വിഷയങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്നാൽ ദൈവം പറയുന്ന വാക്കുകളായിട്ടാണ് നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക. കോൾ അൺ ടു മീ. അവരെ ഒന്ന് ശ്രദ്ധിച്ചു. എന്നെ വിളിച്ചപേക്ഷിക്കുക, എന്നോട് അപേക്ഷിക്കുക. അപ്പോൾ ആദ്യം കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്ന, അല്ലെങ്കിൽ ഒരു പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്ന, ഒരു ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോകുന്ന ഒരു ദൈവപൈതലിനോട് ദൈവം ആവശ്യപ്പെടുന്നത് എന്താ? കോൾ അൺ ടു മീ. എന്നെ വിളിച്ചപേക്ഷിക്കുക. 145-ാമത്തെ സങ്കീർത്തനത്തിൽ അതിൻ്റെ 18-ാം വാക്യത്തിലാണ് ഇങ്ങനെ വായിക്കുന്നു: സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകും. അപ്പോൾ കഷ്ടകാലത്ത് നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ, ഒന്ന്, ദൈവത്തിൻ്റെ വാഗ്ദാനം, we will experience the nearness of God. ആ വിഷയത്തെക്കുറിച്ച് പിന്നീട് നമുക്ക് ചിന്തിക്കാം മറ്റൊരവസരത്തിൽ. എന്നാൽ ഇപ്പോൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ, ഒന്ന്, ദൈവിക സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് കഴിയും. 2, അങ്ങനെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം ചെയ്യുന്ന പ്രവൃത്തി എന്താ? ദൈവം എന്ത് ചെയ്യുമെന്നാ പറഞ്ഞേ? 50-ാം സങ്കീർത്തനം 15-ാം വാക്യത്തിൽ, ഞാൻ നിന്നെ വിടുവിക്കും.
അപ്പം ഞാൻ നിന്നെ വിടുവിക്കും. എന്തിൻ്റെ ഫലമായിട്ടാണ് കർത്താവ് വിടുവിക്കുമെന്ന് പറഞ്ഞേക്കുന്നേ? മനസ്സിലാക്കണേ. വിളിച്ചപേക്ഷിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഞാൻ നിന്നെ എന്ത് ചെയ്യും? വിടുവിക്കും. വിടുവിച്ച് കഴിഞ്ഞപ്പോൾ ആ വിടുതലിനെ ഓർത്ത് നാം എന്ത് ചെയ്യും? ദൈവത്തെ മഹത്വപ്പെടുത്തും, നന്ദി പറയും. അപ്പോൾ ദൈവത്തിന് നന്ദി കരയേറ്റും. അപ്പോൾ വിളിച്ചപേക്ഷിക്കുക, ദൈവം നമ്മളെ വിടുവിക്കുന്നവനാണ്, നാം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായിത്തീരും. അപ്പോൾ നിശ്ചയമായിട്ടും ദൈവമക്കൾക്ക് ദൈവം ചെയ്തിരിക്കുന്ന, വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു അനുഗ്രഹീതമാകുന്ന കാര്യമാണ് ദൈവികമാകുന്ന വിടുതൽ എന്നുള്ളത്. വിടുതൽ ഈ വിടുതൽ എന്നുള്ളത് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു പദമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു വിഷയത്തെ ഒന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ചിതറിയ ചിന്തയാണ്, അടുക്കും ചിട്ടയൊന്നുമില്ല. എൻ്റെ മനസ്സിൽ കർത്താവ് തന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുക. നിശ്ചയമായിട്ടും ദൈവം നമ്മുടെ ജീവിതത്തിൽ ടെമ്പററി ഡെലിവറൻസസ് തരുന്നവനാണ്. ടെമ്പററി ഡെലിവറൻസസ്. ഒരുപക്ഷേ വേദപുസ്തകത്തിൽ, പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു ടെമ്പററി വിടുതൽ, താൽക്കാലികമാകുന്ന വിടുതൽ എന്ന് പറയുവാൻ കഴിയുന്ന ഒന്ന്, മരിച്ച് 4 ദിവസം കല്ലറയിലായിരുന്ന ലാസറിനെ കർത്താവ് ഉയർപ്പിച്ചതാണ്. മരണത്തിൽ നിന്ന് ദൈവം വിടുവിച്ചു. പക്ഷേ ആ ലാസറും മരിച്ചു. സമ്പൂർണമാകുന്ന ഒരു വിടുതലല്ലായിരുന്നു. മരണത്തിൽ നിന്നുള്ള വിടുതൽ, ഉയർത്തെഴുന്നേൽപ്പായിരുന്നിട്ട് കൂടി അതൊരു താൽക്കാലികമാകുന്ന വിടുതലായിരുന്നു, നിത്യമാകുന്ന വിടുതലല്ലായിരുന്നു ആ അവസ്ഥയിൽ ചിന്തിക്കുമ്പോൾ. എന്നാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന അനേക വിടുതലുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ള 3 വിടുതലുകളുണ്ട്. ഒന്ന്, പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ചു എന്നുള്ളതാണ് ദൈവം ചെയ്ത ഏറ്റവും വലിയ ഒരു വിടുതൽ. അതിനെക്കുറിച്ച് 1-2 വാക്യങ്ങൾ വേണേ വായിച്ചോ. ഒരു വാക്യം വായിച്ചോ. ഒത്തിരി വാക്യങ്ങളുണ്ടെങ്കിൽ ഒരു വാക്യം വായിച്ചു. വെളിപ്പാട് പുസ്തകം 1:6. ആ ആ ആ നോക്കുക, നമ്മളെന്താ വായിച്ചത്? നമ്മെ സ്നേഹിച്ച് നമ്മുടെ പാപം പോക്കി. നോക്കണം. അപ്പോൾ നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ചു. അപ്പൊ യേശു കർത്താവിൻ്റെ രക്തത്താൽ ഉള്ളതാകുന്ന ഏറ്റവും വലിയ വിടുതൽ എന്ന് പറയുന്നത് നമ്മുടെ പാപം പോക്കി നമ്മെ അവിടെ നിന്ന് എന്ത് ചെയ്തു? വിടുവിച്ചു. വളരെ വ്യക്തമായിട്ടാണ് അവിടെ എഴുതി വച്ചേക്കുന്നത്. നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ എന്താക്കി തീർത്തു? രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തു. അവിടെ നമ്മൾ താഴോട്ട് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇത് ഓർത്തുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത്? ആ വാക്യം തന്നെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോ. അത് വ്യക്തതയാണ്. അവിടെ വളരെ വ്യക്തമാണ്. 6-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം വായിച്ചു. തൻ്റെ രക്തത്താൽ വിടുവിച്ച് ആക്കി തീർത്തവന് എന്നേക്കും മഹത്വവും ബലവും. ആമേൻ. നോക്കി, അപ്പോൾ
ദൈവം നമ്മെ വിടുവിച്ചു. ദൈവം നമ്മെ ഒരു പ്രത്യേക പദവിയിലേക്ക് കൊണ്ടുവന്നു. നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി. നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവന് എന്നേക്കും മഹത്വം. അപ്പോൾ നാം ഏറ്റവും അധികമായി ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ടത്, ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത് ഈ വലിയ വിടുതലോർത്ത്. നീ എന്നെ വിളിച്ചപേക്ഷിക്കാൻ, ഞാൻ നിന്നെ വിടുവിക്കും. പിന്നെ നീ എന്ത് ചെയ്യും? എന്നെ മഹത്വപ്പെടുത്തും. അതാണ് പഴയ നിയമത്തിലെ ഓർഡർ എങ്കിൽ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിടുതൽ, നമ്മെ പാപം പോക്കി നമ്മെ വിടുവിച്ചു, നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവന് എന്നേക്കും മഹത്വം. പ്രൈസ് ഗോഡ്. അപ്പൊ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് നമ്മെ വിടുവിച്ചതോർത്ത് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ മഹത്വപ്പെടുത്തണം. നമ്മൾ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചതോർത്ത് ദൈവത്തെ എന്ത് ചെയ്യണം? മഹത്വപ്പെടുത്തണം. പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും വിടുവിച്ചത് കൊണ്ടാണ് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. മനസ്സിലാക്കണേ. നമുക്ക് വന്നേക്കുന്ന കുഴപ്പം എന്നാന്നറിയോ? നമ്മൾ കാളവണ്ടിയേല് കാളെ പുറകിൽ കെട്ടുക. ഈ കാളെ പുറകിൽ കെട്ടുന്ന പരിപാടി എന്നാന്നറിയോ? ആരാധിച്ച് വിടുതലെടുത്തോളാൻ പറയും. അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, എനിക്കറിയാം, ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഇഷ്ടപ്പെടണ്ട. പക്ഷെ ഞാൻ സത്യം പറയുന്നേ, വ്യക്തമാക്കാം. പഴയ നിയമത്തിൽ കാരണം ഇതിനൊക്കെ വാക്യങ്ങൾ എടുക്കുന്ന പഴയ നിയമത്തിൽ നിന്നാണ്. പഴയ നിയമത്തിലും ഇസ്രായേൽ മക്കളെ ഫറവോന്റെ അടിമത്വത്തിൽ നിന്ന് വിടുവിച്ചു എന്ന് പറയുമ്പോൾ കർത്താവ് ഫറവോനോട് പറയുന്ന ഒരു വാക്കുണ്ട്. എന്നാ പറയുന്നതെന്നറിയോ? എന്നെ ആരാധിക്കേണ്ടതിന്, എന്നെ നമസ്കരിക്കേണ്ടതിന് എന്ത് ചെയ്യണം? അങ്ങനെ ആന്നോ നമ്മുടെയൊക്കെ പുസ്തകത്തിൽ? ആന്നേ അതിൽ ഉറച്ചു നിന്നോണം. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കണ്ട, ഏറ്റെടുക്കണ്ട. അപ്പോൾ എന്നെ ആരാധിക്കേണ്ടതിന്, എനിക്ക് യാഗം കഴിക്കേണ്ടതിന് നിങ്ങൾ എന്ത് ചെയ്യണം? നീ എന്ത് ചെയ്യണം? അപ്പോൾ ആരാധിച്ചായിരുന്നു വിടുതലെങ്കിൽ അവിടെ വെച്ച് അങ്ങ് ആരാധിപ്പിച്ച് വിടുതൽ കൊടുത്താൽ പോരായിരുന്നു. അങ്ങനല്ല ക്രമം അങ്ങനല്ല. ആദ്യം വിടുതല്, പിന്നെ യാഗം, ആരാധന. സ്തോത്രമില്ല, വേണ്ട, കർത്താവിന് സ്തോത്രം ചെയ്താൽ മതി. പ്രിയമുള്ളവരെ, ആരാധിച്ചല്ല വിടുതൽ, വിടുവിച്ചത് കൊണ്ട് ആരാധനയാണ്. തിരിഞ്ഞു പോകരുത്. കാളെ വണ്ടിയുടെ പുറകിൽ കെട്ടരുത്, മുന്നേ തന്നെ കെട്ടണം. ഓർഡർ ഉണ്ടാണ്. അപ്പോൾ മരുഭൂമിയിൽ നിന്ന് ദൈവം എന്ത് ചെയ്തു? അല്ല, മിസ്രൈമിൻ്റെ അടിമത്വത്തിൽ നിന്ന് വിടുവിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇന്ന് പറയുന്ന ആ പാട്ട് പാടുന്നത് ആരാധനയാണെന്ന് തന്നെ ഇരിക്കട്ടെ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ പോലും ഫറവോനെയും അവൻ്റെ സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ടപ്പം എന്തോ ചെയ്തെന്നാണ് നമ്മൾ വായിക്കുന്നേ? തപ്പെടുത്ത് മിരിയാം എന്ത് ചെയ്തു? പാടി ദൈവത്തെ സ്തുതിച്ചു. ദൈവത്തിൻ്റെ വിടുതലുകൾ ഓർത്തുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. ദൈവത്തിന് ഈ ജനത്തോടുള്ള ഏറ്റവും വലിയ പരാതി എന്തായിരുന്നെന്നറിയാമോ? 106-ാം സങ്കീർത്തനത്തിലുണ്ട്. അത് വേറെ ഒന്നുമല്ല, അവർ വേഗത്തിൽ അവൻ്റെ പ്രവർത്തികളെ മറന്നു കളഞ്ഞു. അതായിരുന്നു പരാതി. അവർ ദുർമോഹികളായി തീർന്നു. എന്തായിരുന്നു അവർക്ക് എപ്പോഴും വേണ്ടത്? ഇനി ഇങ്ങോട്ട് വേണം. സ്വാർത്ഥത, തൻ പ്രമാണിത്വം, തൻ കാര്യം നേടുക, ഇതായിരുന്നു അവർക്ക് താല്പര്യം. 106-ാം സങ്കീർത്തനം വീട്ടിൽ പോയി വായിച്ചു നോക്കിക്കോ. അവർ വേഗത്തിൽ അവൻ്റെ പ്രവൃത്തികളെ മറന്നു കളഞ്ഞു. അവർ ദുർമോഹികളായി തീർന്നു.
എൻ്റെ പ്രിയരെ, അതെന്തിനാ എഴുതിയേക്കുന്നത്? ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ട് എഴുതിയേക്കുകയാ. വിടുതൽ അനുഭവിച്ച ദൈവജനം ദൈവത്തെ മഹത്വപ്പെടുത്താൻ കടംപെട്ടവരാണ്. ഒന്നാമത് ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കടംപെട്ടവരാണ്. അവൻ്റെ പാട്ടിൽ, അവൻ്റെ പ്രാർത്ഥനയിൽ, അവൻ്റെ ജീവിതത്തിൻ്റെ സകല സാഹചര്യങ്ങളിലും, കൂട്ടായ്മയിൽ, എല്ലായിടത്തും നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കണം. കാരണം നമ്മെ പാപം പോക്കി തൻ്റെ രക്തത്താൽ വിടുവിച്ച് നമ്മെ അവിടുത്തെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചവന് എന്നേക്കും മഹത്വം. ആമേൻ. പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ചു. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കണം, ഉത്സാഹത്തോടെ ദൈവത്തിന് മഹത്വം കൊടുക്കണം. എന്തിന്? നമ്മെ വിടുവിച്ചു. വിടുതലിനല്ല ആരാധന, ആരാധിക്കുന്നവൻ വിടുതൽ അനുഭവിച്ചവനായിരിക്കണം. മനസ്സിലായോ? ദൈവത്തെ സ്തുതിക്കുന്നവൻ വിടുതൽ അനുഭവിച്ചവന്. അതിനുള്ള വാക്യങ്ങളൊക്കെ ഇപ്പം മനസ്സിൽ വരുന്നുണ്ട്, അപ്പോസ്തല പ്രവൃത്തിയിലുണ്ടല്ലോ. ഞാൻ അങ്ങോട്ട് സമയം കിട്ടിയാൽ വരാം, അല്ലെ പിന്നീട് വിശദമാക്കാം. എന്നാലും പറയുന്ന കാര്യം വിശദമാക്കി പോട്ടെ. പ്രിയമുള്ളവരെ, അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ദൈവം ചെയ്ത നമ്മെ വിടുവിച്ചതോർത്ത് നാം ദൈവത്തിന് മഹത്വം കരയറ്റണം. രണ്ടാമതായിട്ട് ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്താണെന്നറിയാമോ? നമ്മെ പാപത്തിൻ്റെ ആ ശക്തിയിൽ നിന്ന് ദൈവം നമ്മെ വിടുവിക്കുന്നു എന്നുള്ളതാണ്. പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് ദൈവം നമ്മെ വിടുവിക്കുന്നതിന് അനേക വാക്യങ്ങളുണ്ട്. ഒരു വാക്യം ഒന്ന് വായിച്ചോ. യൂദായുടെ ലേഖനം 24-ാമത്തെ വാക്യം. എൻ്റെ ഓർമ്മയിൽ അതേ ഉള്ളൂ, ഒത്തിരി വാക്യങ്ങളുണ്ട്. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ചു, തൻ്റെ മഹിമാ സന്നിധാനത്തിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്. അപ്പൊ എന്നെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു. ഇപ്പൊ ദൈവം എന്നെ എങ്ങനെയാ വിടുവിക്കുന്നേ? വീഴാതെ വണ്ണം എന്നെ സൂക്ഷിക്കുക. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്, ഞാൻ ആകുന്നത് എന്തിനാലാകുന്നു? കൃപയാലാകുന്നു. നാം ആകുന്നത് കൃപയാലാകുന്നു. നമ്മുടേതാകുന്ന കഴിവ് കൊണ്ടോ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ടോ ഒന്നുമല്ല. ദൈവത്തിൻ്റെ മഹാകൃപയാലാണ് നാം നിലനിൽക്കുന്നത്. അതോർത്ത് നമ്മൾ ദൈവത്തിന് എന്ത് ചെയ്യണം? മഹത്വം കൊടുക്കണം കേട്ടോ. എപ്പോഴും ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. ദൈവം നമ്മെ നിലനിർത്തുന്നത് ഓർത്ത്, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആത്മീക മണ്ഡലത്തിൽ ദൈവത്തിൻ്റെ വലിയ കരുതൽ ഓർത്ത് നാം ഓരോ ദിവസവും ദൈവത്തെ മഹത്വപ്പെടുത്തണം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥയിലും നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരാകണം. അപ്പോൾ രണ്ടാമത്തെ വിഷയം എന്നുള്ളത്, നമ്മളെ ദൈവം പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് വിടുവിച്ചുകൊണ്ടിരിക്കുക. പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചു. പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് ദൈവം നമ്മളെ എന്ത് ചെയ്യുക? വിടുവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വിടുതൽ ഓർത്തിട്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം കേട്ടോ. അല്ലാതെ നമ്മൾ സ്വാർത്ഥമോഹികളായിട്ട്, ദുർമോഹികളായിട്ട് തീരരുത്. നമ്മൾ അന്വേഷിക്കേണ്ടത് അവിടുത്തെ രാജ്യവും നീതിയുമാണ്. ആദ്യം സെൻറ്റർ പ്ലേസ് കർത്താവിനാ. മുന്നമേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക. ബാക്കി അതിൻ്റെ ബെനിഫിറ്റാ, ബോണസാ. മനസ്സിലാകുന്നുണ്ടോ? ബാക്കിയെല്ലാം ബോണസാ. ബാക്കിയെല്ലാം അതിൻ്റെ ഒപ്പം തരുന്ന ഒരു ബൈ പ്രൊഡക്റ്റ് മാത്രമാണ് ബാക്കിയെല്ലാം. മനസ്സിലാകണേ? സൗഖ്യവും ബൈ പ്രൊഡക്റ്റാ. ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഭൗതികമാകുന്ന താൽക്കാലിക നന്മകളും ബൈ പ്രൊഡക്റ്റ് മാത്രമാ. മെയിൻ പ്രൊഡക്റ്റ് അതല്ല. ഇന്ന് നമ്മളെ പറഞ്ഞു കേൾപ്പിക്കുന്ന എന്താ? മെയിൻ പ്രൊഡക്റ്റ് ഇതാ, അതിനു വേണ്ടി ഉത്സാഹിച്ചോ? നോ, അല്ല. അതെല്ലാം ബൈ പ്രൊഡക്റ്റ് മാത്രമാ. മുന്നമേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ അതോടുകൂടി എങ്ങനെ ഇതൊക്കെയും എന്ന് പറഞ്ഞാൽ മോൾ എഴുതിയിട്ടുണ്ട്. ഉണ്ണാനും ഉടുപ്പാനും
ഒക്കെയുള്ള പ്രൊവിഷൻ കർത്താവ് അതതിൻ്റെ സമയത്ത് തന്നുകൊള്ളും. നമ്മുടെ അന്വേഷണം എന്താ? അതുകൊണ്ടല്ലേ അവിടുത്തെ രാജ്യം വരേണമേ. നമ്മുടെ അന്വേഷണം എന്താ? മുന്നമേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെയും ലഭിക്കും. ബൈ പ്രൊഡക്റ്റ് ആയിട്ടുണ്ട്. ബൈ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടല്ല നമ്മൾ പോകേണ്ടത്. മെയിനായിട്ടുള്ള കാര്യ വിഷയം മുന്നമേ അവിടുത്തെ രാജ്യവും നീതിയും. പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് കർത്താവ് നമ്മെ വിടുവിച്ചു. പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി മൂന്നാമത് ഏറ്റവും പ്രാധാന്യമായിട്ട് ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് 2 തിമോത്തിയോസ് 4-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം ഒന്ന് എടുത്തു വായിക്കണം. തിമോത്തിയോസിൻ്റെ 2-ാമത്തെ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം. ഫ്യൂച്ചറിനെ നോക്കിക്കൊണ്ട് പൗലോസ് പറയുകയാണ്, ഭാവിയെ നോക്കിക്കൊണ്ട് പറയുകയാണ്, കർത്താവ് ഇതുവരെ എന്നെ വിടുവിച്ചു. സിംഹത്തിൻ്റെ വായിൽ നിന്നും എന്നെ എന്ത് ചെയ്തു? വിടുവിച്ചു. എന്നെ പല അനർത്ഥങ്ങളിൽ നിന്ന് കർത്താവ് വിടുവിച്ചു. ആ ഭാഗം നമ്മൾ വായിക്കണം, വീണ്ടും വായിക്കണം. എന്നാൽ അത് നമ്മുടെ വിരലവിടെ വെച്ചുകൊണ്ട് തന്നെ 2 കൊരിന്ത്യർ 1-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം കൂടെ ഒന്ന് ചേർത്ത് വായിച്ചോ. 2 കൊരിന്ത്യർ 1-ാം അധ്യായം 10-ാം വാക്യം. 2 കൊരിന്ത്യർ 1-ാം അധ്യായം. ഇത്ര ഭയങ്കരമായ മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ എന്ത് ചെയ്തു? വിടുവിച്ചു. വിടുവിക്കുകയും ചെയ്യും. അവിടുന്ന് മേലാലും വിടുവിക്കും എന്ന് പറഞ്ഞാൽ എന്താ? അതാ പൗലോസോട് പറയുന്നത്. 2 തിമോത്തിയോസ് 4:18 നമ്മൾ എന്താ വായിക്കുന്നത്? കർത്താവെന്നെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും വിടുവിച്ച്. നോക്കുക, സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും എന്നെ വിടുവിച്ച് തൻ്റെ സ്വർഗീയ രാജ്യത്തിനായി എന്ത് ചെയ്യും? രക്ഷിക്കും. നോക്കിയേ, പൗലോസിന് കർത്താവിലുള്ളതാകുന്ന ആ ആശ്രയബോധം, കർത്താവിലുള്ളതാകുന്ന ആ ശരണപ്പെടൽ, കർത്താവിനെ രക്ഷിക്കും. ഇതുവരെ രക്ഷിച്ചത് മാത്രമല്ല, ഇതുവരെ വിടുവിച്ചത് മാത്രമല്ല, ഫൈനലായിട്ട് കർത്താവിനെ വിടുവിക്കും. പ്രിയമുള്ളവരെ, എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് തന്നെ കർത്താവ് ഒരിക്കൽ നമ്മളെ എന്ത് ചെയ്യും? വിടുവിക്കും. അപ്പോൾ പാപത്തിൻ്റെ ഒന്ന് പറഞ്ഞേ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് വിടുവിച്ചു. 2 കമോൺ എനിക്ക് ഓർമ്മയില്ലാഞ്ഞിട്ടല്ല, മനഃപൂർവ്വം പറയിപ്പിക്കുന്നത്. പറഞ്ഞു, പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് നമ്മളെ വിടുവിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് നമ്മളെ എന്ത് ചെയ്യും? എന്നേക്കുമായി വിടുവിക്കും. നിങ്ങൾ ഓർക്കുക, ഞങ്ങൾ ഇന്നൊരു വലിയ വിടുതൽ പ്രസംഗം കേൾക്കാൻ വന്ന് ഇതാണോ ഇന്ന് കേൾക്കുന്നേ? എൻ്റെ പ്രിയരെ, ദൈവത്തിൻ്റെ വചനം എന്നാ നമ്മളെ പഠിപ്പിക്കുന്നേ? അതാ വിഷയം. മനുഷ്യൻ പറയുന്നതല്ല വിഷയം. ഈ കർത്താവ് പറയുന്നതാകുന്ന ഒരു വാചകമുണ്ട്. എന്നെ അത് വളരെ, കഴിഞ്ഞ ദിവസം ഞാൻ യോഹന്നാൻ്റെ സുവിശേഷം ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്ന 12-ാം അധ്യായം യോഹന്നാൻ്റെ സുവിശേഷം ദൈവനോട് സംസാരിച്ചതാകുന്ന ഒരു വേദഭാഗമുണ്ട്. 12-ാം അധ്യായം അതിൻ്റെ 27-ഉം 28-ഉം വാക്യങ്ങൾ. നോക്കുക പ്രിയമുള്ളവരെ, കർത്താവ് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. ഈ നാഴികയിൽ കർത്താവ് ആദ്യം പറയുന്ന വിഷയം, ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ.
എന്നിട്ട് ഉടനെ പറയുകയാണ്, അല്ല, ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, പിന്നെ അതുകൊണ്ട് എന്നെ ഈ നാഴികയിൽ നിന്ന് രക്ഷിക്കണമെന്ന് പറയാൻ പറ്റുന്നത് എങ്ങനെയാ? എന്നിട്ട് കർത്താവ് പറയുകയാണ്, അതുകൊണ്ട് സ്വർഗത്തിൽ നിന്നുള്ളതാകുന്ന ഒരു ശബ്ദം ഞാൻ എന്ത് ചെയ്തു? ഞാൻ മഹത്വപ്പെടുത്തി, ഇനിയും മഹത്വപ്പെടുത്തും. പ്രിയമുള്ളവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ വിടുതലെന്ന് പറയുമ്പോൾ എന്താണ് ദൈവത്തിൻ്റെ വിടുതൽ? ദൈവത്തിൻ്റെ വിടുതലിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഘടകം ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വമെടുക്കുമെന്നുള്ളതാ. ദൈവത്തിൻ്റെ നാമം മഹത്വമെടുക്കണമെങ്കിൽ ദൈവത്തിന് എന്താ ഇഷ്ടം, അതിനുവേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക വേണ്ടത്. യേശു കർത്താവ് പറഞ്ഞത്, ഈ നാഴികയിൽ നിന്ന് രക്ഷിക്കണമേ. അതല്ല, അല്ല, അല്ല കർത്താവേ, ഈ നാഴികയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ ലക്ഷ്യം ദൈവനാമത്തിൻ്റെ പുകഴ്ചയായിരിക്കണം, മഹത്വമായിരിക്കണം. നമ്മുടെ സ്വാർത്ഥ മോഹങ്ങളല്ല നമ്മുടെ ലക്ഷ്യം. താൽക്കാലികമാകുന്ന എത്ര വിടുതൽ കിട്ടിയാലും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4 ദിവസം കല്ലറയിലിരുന്ന ലാസറിനെ വിടുവിച്ചതിനേക്കാളും വലിയ വിടുതൽ ഈ ലോകത്ത് സംഭവിക്കാനില്ല. പക്ഷെങ്കിൽ അതും താൽക്കാലികമാണ്. ഇതൊരിക്കലും മറന്നു പോകരുത്. പൊതുവെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അങ്ങ് അവസാനിപ്പിക്കാം, എൻ്റെ സമയം തിരികെയാണ്. പൊതുവെ ഇങ്ങനെ പറയാറുണ്ട്, അതായത് ഈ നമ്മൾ ആരാധിച്ച് വിടുതലെടുക്കണമെന്ന് പറയാറുണ്ട്. ദൈവവചനത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അങ്ങനെ പറയുന്നതിൽ ഒരു തെറ്റുമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ ദൈവവചനത്തിൽ അങ്ങനെ ഇല്ല എന്നുള്ളത് കൊണ്ട് അത് തെറ്റാണ്. എനിക്കറിയാം നിങ്ങൾക്ക് എന്നോട് ഭയങ്കര പ്രയാസമൊക്കെ തോന്നുന്നുണ്ട്. എന്താ ദൈവവചനത്തിലെന്ന് ഞാൻ പറയാൻ പോകുകയാണ്. മുമ്പേ പറഞ്ഞ ആ വേദഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. വേദഭാഗത്തെ വേദഭാഗം കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കണം, അല്ലെ വലിയ തെറ്റുകളുണ്ടാകും. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. എൻ്റെ ഒപ്പം ഒന്ന് ചിന്തിച്ചേ. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോട് പല കാര്യം ചോദിക്കുമല്ലോ, മാതാപിതാക്കളോട്. ചോദിക്കുമ്പം അവർക്ക് കൊടുക്കുന്നത് എന്തിൻ്റെ വെളിച്ചത്തിലാണ്? നോർമൽ കേസിൽ അവർക്ക് കൊടുക്കുന്നത് അവരങ്ങ് അപ്പനും അമ്മയും പറയുന്നതെല്ലാം കേട്ട് നല്ല കുട്ടികളായി ജീവിക്കുന്നത് കൊണ്ടാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അതുകൊണ്ടൊന്നുമല്ല. കൊടുക്കുന്നതിൻ്റെ ബേസിസ് നല്ല കുട്ടികളല്ലെങ്കിലും കൊടുക്കുന്നുണ്ട് പേരൻസ്. അതിൻ്റെ കാര്യം എന്നാ? ആ കുഞ്ഞിനത് ആവശ്യമായതുകൊണ്ടാ. കുഞ്ഞ് കുരുത്തക്കേട് കാണിച്ചെന്നും കണ്ട് അവൻ്റെ സ്കൂളിലെ ഫീസ് അടയ്ക്കാത്ത മാതാപിതാക്കൾ ആരെങ്കിലും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതിൻ്റെ കാര്യം എന്നാ? മക്കളായതുകൊണ്ട്. അപ്പം ഒന്ന് മനസ്സിലാക്കണേ, നമ്മുടെ ദൈവത്തെ നമ്മൾ വില കുറച്ച് കാണരുത്. കർത്താവ് പറഞ്ഞു തന്നെ, ദോഷികളായ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എന്തോ ചെയ്യുന്നു? ദോഷികളാ നിങ്ങൾ. നമ്മളെ ദോഷികളെന്നാണ് കർത്താവ് വിളിച്ചത്. ദോഷികളെന്നാണ് വിളിച്ചേ. ഈ ദോഷികളാകുന്ന നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് എന്തോ കൊടുക്കും? ചോദിക്കുന്നത് കൊടുക്കും. അങ്ങനെയെങ്കിൽ സ്വർഗസ്ഥനാകുന്ന
ഒന്ന് മനസ്സിലാക്കണേ, ഒന്ന് ചിന്തിക്കണേ. നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്ക് സ്തുതി പാടുന്നത് കൊണ്ടാണോ? അല്ല, അല്ല. പിന്നെ എന്തുകൊണ്ടാ? കുഞ്ഞിന് ആവശ്യമുള്ളത് കൊണ്ടാണ്. മനസ്സിലാക്കണേ. അങ്ങനെയെങ്കിൽ നമ്മുടെ സ്വർഗത്തിലെ അപ്പച്ചനെ നമ്മളെക്കാളും കുറഞ്ഞ ഒന്നായിട്ട് കാണരുതേ. സ്തുതി പാടുന്നത് കൊണ്ട് തരുന്നവനാണോ സ്വർഗത്തിലെ അപ്പച്ചൻ? അങ്ങനെയെങ്കിൽ സ്വർഗത്തിലെ അപ്പച്ചൻ നമ്മളെക്കാളും ഒരു ബാറ്റം ബേഡായിട്ടുള്ള ആളാണ് എന്ന് പറയേണ്ടി വരും. നോ. സ്വർഗത്തിലെ അപ്പച്ചൻ്റെ സവിശേഷം എന്താ? ദുഷ്ടന്മാരുടെ മേലും, അങ്ങനെ ഉണ്ടോ ഒരു വാക്യം? ദുഷ്ടന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും എന്ത് ചെയ്യുന്നു? അയ്യോ, ഇങ്ങനെ ഒരു ദൈവത്തെയാണ് ഒരു കാരിക്കേച്ചർ വരച്ച് നമ്മൾ കാണിക്കുന്നത്. എന്താ ഈ ദൈവം? കുറെ നമ്മളങ്ങോട്ട് ആരാധിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യും? വിടുതലയക്കുമെന്നാണ് പറയുന്നേ. അങ്ങനെയല്ല. ദൈവത്തിൻ്റെ വിടുതലുകൾക്ക് നമ്മളാരും യോഗ്യതയുള്ളവരല്ല. മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ഒരു വിടുതലിനും യോഗ്യതയുള്ളവരല്ല. ഏറ്റവും വലിയ വിടുതലിന് നമ്മൾ യോഗ്യരല്ലായിരുന്നല്ലോ. കാരണം നമ്മൾ എന്തായിരുന്നു? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവനായിരുന്ന എന്നെ എന്ത് ചെയ്തു? ജീവിപ്പിച്ചത് എന്തുകൊണ്ടാ? എന്നോട് കരുണ തോന്നിയിട്ടാ, അല്ലാതെ ഞാൻ ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചത് കൊണ്ടാണെന്ന് ചങ്കത്ത് കൈവച്ച് പറയാൻ തൻ്റെ ഇടമുള്ള ആരെങ്കിലും ഇടിയിരിപ്പുണ്ടോ? നോ. ഞാൻ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്നപ്പോൾ എന്നെ എന്ത് ചെയ്തു? ഉയർപ്പിച്ചു. എഫേസ്യർ 2-ാം അധ്യായം. മനസ്സിലാക്കണേ, കൃപയാലാത്. ഏറ്റവും വലിയ വിടുതൽ കൃപയാലാണെങ്കിൽ ജീവിതത്തിൽ അനുഭവിക്കുന്ന സകല വിടുതലും കൃപയാലാ. എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നേ? വാക്യങ്ങളുണ്ട്. അതിനുമുമ്പ് ഒരു സംശയം അങ്ങ് തീർത്തേക്കാം. അപ്പോസ്തലപ്രവൃത്തി 16-ാമത്തെ അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്. അത് നമുക്കൊക്കെ ആ വാക്യം കാണാതെ അറിയാവുന്നത് എങ്ങനെയാണെന്നറിയോ? അപ്പോസ്തലന്മാർ രാത്രികാലെ ആരാധിച്ചപ്പം അവരെ വിടുവിച്ചു. അത് ഏത് വാക്യാ? അത് വേറെ വല്ല വേദപുസ്തകത്തിലെയും വാക്യമായിരിക്കും. ഈ പുസ്തകത്തിൽ അങ്ങനെ ഒരു വാക്യമില്ല. ചിലർക്കൊക്കെ ഭയങ്കര സംശയം. എടുത്തു വായിക്കാം. വായിച്ചോ. അർദ്ധരാത്രിക്ക് ആദ്യം എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. Call unto me in the day of trouble. ഓർക്കുന്ന വാക്യം, കുറിവാക്യം. കഷ്ടകാലത്ത് തന്നെ വിളിച്ചപേക്ഷിക്കുക. അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. ദൈവത്തെ പാടി സ്തുതിച്ചു. സ്തുതി എന്തിനാ? താങ്ക്സ് ഗിവിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നന്ദി. എന്തിനാ നന്ദി? മറ്റൊന്നിനുമല്ല. വസ്ത്രം പറിച്ചുരിഞ്ഞ് അടിച്ചപ്പോഴും യേശുവിനെ തള്ളി പറയാതെ നിൽക്കാൻ കൃപ തന്നതോർത്ത് നന്ദി കരയറ്റിയെന്ന് ഞാനങ്ങ് പറയുക. പൗലോസിന്റെ ശീലാസിന്റെ ജീവിതം പഠിച്ചാൽ അങ്ങനെ പറയുന്നതിന് വേദപുസ്തകത്തിൽ യാതൊരു തെറ്റുമില്ല. നമ്മളെ പോലെ മനുഷ്യരാവരെ നന്ദി കരയറ്റിയത് എന്തിനാ? നന്ദി കരയറ്റിയത് അതിനാ, തീർച്ചയായിട്ടും അതിനാ. വിടുവിക്കപ്പെടാൻ വേണ്ടിയിട്ടൊന്നുമല്ല അവർ പ്രാർത്ഥിച്ചു പാടി ദൈവത്തെ സ്തുതിച്ചത്. അങ്ങനെ പറയുകയാണെന്നുണ്ടേ വേറൊരു വാക്യത്തിന് നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും. ഇത് നമ്മൾ പറയുന്നത് പോലെ ആരാധിച്ച് വിടുതലെടുത്തിരിക്കുകയാണെന്ന് തന്നെ അങ്ങ് ഇരിക്കട്ടെ. ഫോർ ദ സേക്ക് ഓഫ് ആർഗ്യുമെൻറ്റ് നമ്മളങ്ങ് സമ്മതിച്ചു. ഞാനതങ്ങ് കൺസീഡ് ചെയ്യുക. അപ്പം അങ്ങനെയുണ്ട്. എനിക്ക് വേറൊരു സംശയമുണ്ട്, അതിനൊരു എക്സ്പ്ലനേഷൻ തരണം. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിൽ വേറൊരു വിടുതൽ കാണുന്നുണ്ട്. അപ്പൊ വേറൊരു ഉപദേശം കൂടെ ഉണ്ടാക്കേണ്ടി വരും. എന്താ ഉപദേശം? ഉറങ്ങി വിടുതലെടുക്കാം. എനിക്ക് തോന്നുന്നു നമ്മളീ പലരും ഒക്കെ ഇത് യോഗത്തിന് വരുമ്പം പരീക്ഷിക്കാറുണ്ട്.
നമ്മൾ വളരെ പ്രാക്ടിക്കലാന്നേ, ഇല്ലേ? അന്നോ അല്ലയോ? നമുക്ക് ആരാധിച്ച് വിടലെടുക്കാം, പിന്നെ ഇങ്ങനെ വിടലെടുക്കാം. ഉറങ്ങി അതുകൊണ്ടല്ലേ അപായത്തിനൊക്കെ ചിലർ വന്ന് AC യുടെ കീഴിരുന്ന് അല്ലേ സുഖമായിട്ട് ഉറങ്ങുന്നേ. കാരണം ഉറങ്ങിയപ്പോഴും എന്തോ സംഭവിച്ചു, വിടുതൽ നടന്നോ ഇല്ലയോ? നിങ്ങൾ പറ. 12-ാം അധ്യായം വീട്ടിൽ പോയി ചൊവ്വയൊന്ന് വായിച്ചു നോക്ക്. ഇനിയും വേറൊരു സംശയം കൂടെ ഉണ്ട്, ഇതിനും മറുപടി തരണം. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിലേത് ആരാധിച്ച് വിടുതലെടുത്തതാണെങ്കിൽ 12-ാം അധ്യായത്തിലെ എൻ്റെ സംശയം ഉറങ്ങിയുള്ള വിടുതൽ. ഇനി അതിനേക്കാളും എനിക്ക് ഭയങ്കര പ്രശ്നമുള്ള വേറൊരു ബുദ്ധിമുട്ട് അതിനകത്ത് കിടപ്പുണ്ട്. ഇവരെല്ലാം കൂടെ ആ രാത്രി തന്നെ കൂട്ടായ്മ കൂടി. എവിടാ കൂടിയത്? എവിടാ കൂടിയെന്നറിയോ? എവിടാ കൂടിയേ? കമോൺ, നിങ്ങൾക്ക് അറിയാവുന്നേ. 12-ാം അധ്യായത്തിൽ അവിടെ വെച്ച് തന്നെ കൂട്ടായ്മ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ആ കൂട്ടായ്മയിലേക്ക് പത്രോസ് വന്നു. പത്രോസിൻ്റെ ഭാര്യ അവിടെ ഉണ്ടായിരുന്നിരിക്കട്ടെ, ഉണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല, കാണുമായിരിക്കും, അറിയത്തില്ല. അപ്പം സാക്ഷ്യം പറയാൻ അവസരം കൊടുത്തപ്പം പത്രോസിൻ്റെ ഭാര്യ എണ്ണീറ്റ് പറഞ്ഞു കാണും, കണ്ടില്ലേ ഞങ്ങളുടെ അച്ഛനെ കർത്താവ് വിടുവിച്ചു എന്നൊക്കെ പറഞ്ഞു കാണും. പിന്നുണ്ടല്ലോ നമ്മുടെ ഫ്രൈസുകളൊക്കെ, അതൊക്കെ ഐ ഡോണ്ട് നോ, പറഞ്ഞോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, ഞാനങ്ങ് പറയുക. ഇതൊന്നും വേദപുസ്തകത്തിലുള്ളതായിട്ട് നിങ്ങൾ എടുക്കണ്ട, എൻ്റെ ഇമാജിനേഷൻ അങ്ങ് പറയുന്നതേ ഉള്ളൂ. അപ്പം വേറൊരാൾ അവിടെ ഒരു മൂലക്കിരിപ്പുണ്ട്. അതാരായിരുന്നറിയോ? യാക്കോബിൻ്റെ ഭാര്യ. അവരവിടെ മൂലക്കിരിപ്പുണ്ട്. കാരണം 12-ാം അധ്യായം 1-ാം വാക്യം തുടങ്ങുന്നത് തന്നെ. അപ്പം അതെന്നാ വിടുവിക്കാഞ്ഞേ? നമ്മൾ ഒന്ന് പറഞ്ഞാൽ അടുത്തതിന് എക്സ്പ്ലനേഷൻ കൊടുക്കണം. എന്നാ വിടുവിക്കാഞ്ഞേ? പ്രിയമുള്ളവരെ, ദൈവത്തെ കാരിക്കേച്ചർ ചെയ്യരുത്. ഞാനതാ പറഞ്ഞു വരുന്നത്. നമ്മുടെ ദൈവം നമുക്ക് തരുന്ന വിടുതൽ നമ്മുടെ ഗുണം കൊണ്ടൊന്നും അല്ലെന്ന് തിരിച്ചറിയ. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഇനിയും ദൈവത്തിന് അങ്ങോട്ട് വല്ലതും കൊടുത്തേച്ച് ഇങ്ങോട്ട് മേടിക്കാൻ തൻ്റെ ഇടമുള്ള ഒരുത്തനേലും ഈ ഭൂമിയിലുണ്ടോ? ഞാൻ വെല്ലുവിളിക്കുക. ബാക്കി എവിടാ? റോമാലേഖനം 11-ാം അധ്യായം, ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കാം. റോമാലേഖനം 11-ാം അധ്യായം അതിൻ്റെ 35-36 വാക്യങ്ങളൊന്ന് വായിച്ചേ. അവനും മന്ത്രിയായിരുന്നവനാർ, അവന് വല്ലതും അങ്ങോട്ട് കൊടുത്തേച്ച് പ്രതിഫലം വാങ്ങാൻ തൻ്റെ ഇടമുള്ളവൻ ആരുണ്ട്? ആ ചോദ്യത്തിന് ഇന്നുവരെ മറുപടിയില്ല. അതിന് മറുപടി വേണ്ട, അതിന് ഉത്തരം താഴെ എഴുതേണ്ട കാര്യമില്ലാത്തൊരു ചോദ്യമാണ്. മോളിലൊക്കെ 6-ാം അധ്യായത്തിൽ കൃപ വരികേണ്ടതിന് പാപം ചെയ്യുക എന്നോ ചോദ്യം ചോദിച്ചു. എന്നിട്ട് എന്തോ ചെയ്തു? ഉത്തരം കൊടുത്തു. ഒരു നാളും അരുതെന്ന് പറഞ്ഞു. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ചോദ്യങ്ങൾക്ക് പുറകെ ചോദ്യ. ക്രിസ്തുവിന്റെ നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? ഉത്തരം പറയുന്നുണ്ടോ? ഇല്ല, ഉത്തരം കൊടുക്കേണ്ട കാര്യമില്ല. ചോദ്യത്തിൽ തന്നെ ഉത്തരം അടങ്ങിയിരിക്കുക. താഴോട്ട്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ വേർപിടിപ്പിക്കുന്നതാർ? താഴോട്ട് വലിയ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ചോദ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനൊന്നും ഉത്തരം കൊടുത്തിട്ടില്ല. കാരണം ചോദ്യത്തിൽ തന്നെ ഉത്തരം അടക്കിയേക്കുക. അതുപോലെയുള്ള ഒരു ചോദ്യമാണ് ഇത്. എന്താ ചോദ്യം? ചോദ്യം ഇതാ, അവന് മന്ത്രിയായിരുന്നവൻ ആർ? ദൈവത്തെ ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചവൻ ആരാ? ആർക്കാ ധൈര്യമുള്ളത്? ആർ? പിന്നെ അടുത്തത്, അവന് വല്ലതും മുമ്പേ കൊടുത്തിട്ട്. എൻ്റെ പ്രിയരെ, എൻ്റെ ഉപവാസവും എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ആരാധനയൊക്കെ അങ്ങോട്ട് കൊടുത്തേച്ച് ദൈവമേ ചെയ്തോണം, ചുമ്മാതൊന്നുമല്ല ഞാനിതൊക്കെ തന്നതാ. പണ്ടൊരുത്തൻ പറഞ്ഞതുപോലെ, നീ എന്നെ
മടക്കിയൊക്കെ വരുത്തിയാൽ എനിക്ക് ഉടുപ്പാൻ വസ്ത്രവും പാർപ്പാനുള്ള സംവിധാനവും കഴിക്കാൻ ആഹാരമൊക്കെ തന്നു കഴിഞ്ഞാൽ എനിക്കല്ല അൾട്ടിമേറ്റ്ലി ഗുണം, നിനക്കാ ഗുണം. ഞാൻ സകലത്തിലും നിനക്കെന്തോ ചെയ്യും. ഇത് പറഞ്ഞ ആളിനെ അറിയാം. പക്ഷേ 20 വർഷം കഴിഞ്ഞപ്പം അവസാനം എന്താണെന്നറിയാമോ? അവസാനം പറയുന്നത് എന്താ? ആദ്യമേ പറഞ്ഞത് ഇതൊക്കെ തന്നാൽ ഞാൻ നിനക്ക് അങ്ങോട്ട് തന്നേക്കാം. 20 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പം പറയുന്നത് എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഇനി എന്നും അനുഗ്രഹമാണ് വേണ്ടത്. എന്തെങ്കിലും അനുഗ്രഹം ബാക്കിയുണ്ടോ? വലിയ കൂട്ടമായിട്ട് മടങ്ങി വരിക. ഇനി എന്താ അനുഗ്രഹം വേണ്ടത്? മനസ്സിലായി. ഇതൊന്നുമല്ല അനുഗ്രഹം. ശരിയായ അനുഗ്രഹം എൻ്റെ പേര് മാറുന്നതാ, എൻ്റെ സ്വഭാവം മാറുന്നതാ, എനിക്കൊരു മാറ്റം ഉണ്ടാകുന്നതാ അനുഗ്രഹം. അതാണ് സാക്ഷാത്തായ വിടുതൽ. തിരിച്ചറിയാൻ മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് അങ്ങോട്ട് കൊടുത്തേച്ച് ഇങ്ങോട്ട് മേടിക്കാമെന്ന. പൗലോസ് ചോദിക്കുന്നു, അങ്ങോട്ട് കൊടുത്തേച്ച് മേടിക്കുന്നവൻ ആർ? വായിച്ച് അവസാനിപ്പിച്ചു. സകലതും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കുമാകുന്നു. എൻ്റെ പ്രിയരെ, സകലവും അവനിൽ നിന്നാണ്. സകലവും അവങ്കലേക്കാണ്. സകലവും അവനാലാണ്. അവൻ എന്നേക്കും മഹത്വം. ആമേൻ. അയ്യോ, കവിണ് വീണ് ദൈവത്തിന് മഹത്വം കൊടുക്ക. ഹല്ലേലൂയ. ഒച്ചത്തിപ്പാടാൻ സൗകര്യമുള്ളപ്പോൾ അത് ചെയ്യ. ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, തുള്ളിച്ചാടാനാ തോന്നുന്നെങ്കിൽ അങ്ങനെയും ചെയ്യ. ഈ ഭൂമിയിൽ അതൊന്നും അധികമാകുകയില്ല. കാരണം എന്താണെന്നറിയാമോ? നമ്മളെ എന്ത് ചെയ്തു? നമ്മെ വിടുവിച്ചു. നമ്മെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് വിടുവിച്ചു, പാപത്തിൻ്റെ ശക്തിയിൽ നിന്നും വിടുവിക്കുന്നു, പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും വിടുവിക്കാൻ പോകുന്നു. ഈ ദുഷ്ടലോകത്തിൽ നിന്നും നമ്മളെ എന്ത് ചെയ്യുകയാണ്? വിടുവിക്കുന്നവനാണ്. ആകയാൽ ദൈവത്തിൻ്റെ വിടുതൽ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വിടുതലിന് വേണ്ടിയല്ല, വിടുതൽ ഓർത്ത് ദൈവത്തിന് സകല മാനവും മഹത്വവും കൊടുക്കാം. കാരണം സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കുമാകുന്നു. അവൻ എന്നേക്കും മഹത്വം. ആമേൻ. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരൊരാൾക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.